കേരളത്തിലെ ഇടപ്പള്ളി, എടത്തുവ, പുതുപ്പള്ളി, അരുവിത്തറ എന്നീ പ്രദേശങ്ങളിലെ ഏറെ സമുചിതമായി ആഘോഷിക്കുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് ഏപ്രിൽ 23 കടന്നുപോയത്. വിശുദ്ധ ഗീവർഗീസ് അഗത. AD 275 മുതൽ 303 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചു ഇരുന്നു എന്ന് വിശ്വസിക്കുന്ന വിശുദ്ധനാണ് ഗീവർഗീസ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കപ്പുദൂച്ചയിലെ ഒരു മനുഷ്യനായിരുന്നു. അമ്മയാകട്ടെ പലസ്തീനയിലെ ലിദയിൽ നിന്നുള്ള ഒരു സ്ത്രീയുമായിരുന്നു. വളരെ മിടുക്കനായ ഈ ഗീവർഗീസ് അന്നത്തെ റോമൻ പട്ടാളക്കാരൻ്റെ ഒരുവനായിരുന്നു. ഡയക്ലീസ് ചക്രവർത്തിയുടെ കാലത്ത് വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന ഈ വിശുദ്ധൻ യേശുവിനെ തള്ളിപ്പറയാനായിട്ട് ഡയക്ലീസ് ചക്രവർത്തി ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൂട്ടുനിൽക്കാത്തത് മൂലം രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധനാണ്. കോപ്റ്റിക് സഭയിലെ വലിയ രക്തസാക്ഷി എന്നാണ് ഈ വിശുദ്ധനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഗീവർഗീസിൻ്റെ യഥാർത്ഥ പേര് ഗീഓർഗിയോസ് എന്നാണ്. ഗ്രിഗോറിയോസ് എന്ന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്നു. അതിൻ്റെ അർത്ഥം നിലത്ത് ജോലി ചെയ്യുന്നവൻ, ഒരു കൃഷിക്കാരൻ എന്നുള്ളതാണ് അർത്ഥമായിട്ട് കാണുന്നത്. ഗീവർഗീസിനെ കുറിച്ച് നിലനിൽക്കുന്ന വലിയ ഒരു ലെജൻഡാണ് ഗീവർഗീസ് സർപ്പത്തെ കുത്തിക്കൊന്നു എന്നുള്ളത്. ലിബിയയിലൂടെ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു പ്രദേശത്ത്, സെലീന എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കാളസർപ്പമുണ്ടായിരുന്നു. ആ സർപ്പം ആളുകൾക്കെല്ലാം ഭയമായിരുന്നു. ആളുകളെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അതിന് തീറ്റയായിട്ട് ആടുകളെ കൊടുത്തിരുന്നു. അങ്ങനെ ആ പ്രദേശത്തെ ആടുകളെല്ലാം കഴിഞ്ഞപ്പോൾ മനുഷ്യരെ തിന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ ഗീവർഗീസ് അതിലെ കുതിരപ്പുറത്ത് പോകുമ്പോൾ അന്ന് രാജാവിൻ്റെ മകളെയാണ് ഭക്ഷണമായിട്ട് കൊടുക്കേണ്ടത്. ഇതറിഞ്ഞ ഗീവർഗീസ് തൻ്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ആ കാളസർപ്പത്തെ കുത്തിമലർത്തി എന്നാണ് ഐതിഹ്യം. ചരിത്രപരമായിട്ട് ഇതിന് വലിയ സാധ്യതകളില്ലെങ്കിലും ഇത് വളരെ അറിയപ്പെടുന്ന ഒരു ലെജൻഡാണ്. കുരിശുദ്ധകാലത്ത് ആണ് ഈ ലെജൻഡ് ഉണ്ടായതെന്നാണ് പണ്ഡിതർ പറയപ്പെടുന്നത്. ഇത് നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കാനുള്ള ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. വെള്ള കുതിരപ്പുറത്തിരിക്കുന്ന ഗീവർഗീസ് നന്മയുടെ പ്രതീകമാണ്. ഈ പാമ്പ് അത് തിന്മയുടെ പ്രതീകമാണ്. നമുക്കറിയാം, ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സാത്താൻ്റെ പ്രതീകമായിട്ടാണ് സർപ്പം വന്ന് ആദത്തെയും ഹവ്വയെയും പ്രലോഭിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ നന്മ തിന്മയെ അതിജീവിക്കുന്നതായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാരും ദൈവശാസ്ത്രന്മാരൊക്കെ നമ്മളോട് പറയുന്നത്. ഗീവർഗീസിൻ്റെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ്. നന്മയിൽ നിലനിൽക്കാനായിട്ട്, നന്മയ്ക്ക് വേണ്ടി പടപൊരുതാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാമല്ലോ, ഒത്തിരി പേർ ചോദിക്കുന്ന ചോദ്യമാണ് ഇടപ്പള്ളിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോഴി നേർച്ച എന്നുള്ളത്. നമുക്ക് പാമ്പുകൾ സാധാരണയായിട്ട് ഈ കോഴികളെയും ഇതൊക്കെയാണ് തിന്നാനായിട്ട് വരുന്നത്. അതുകൊണ്ട് കോഴി വളർത്തുന്നവർ അതിനെ സംരക്ഷിക്കാനായിട്ടുള്ള മാധ്യസ്ഥം തേടി ഗീവർഗീസിൻ്റെ പക്കൽ പോകുന്നു. അവരുടെ ആ നല്ല കോഴികളെ കൊടുക്കുന്നു. നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ ആ കായേലും ആബേലും നല്ല ഫലങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ കോഴികളൊക്കെ നല്ലത് കൊണ്ടു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്കൊരു സംരക്ഷണം ലഭിക്കാനായിട്ട്, അത് പാമ്പിൻ്റേതായും ക്ഷുദ്രജീവികളുടെ നിന്നും ഒരു സംരക്ഷണം ലഭിക്കാനായിട്ടാണ് അവർ പ്രകാരം നേർച്ച അർപ്പിക്കുന്നത്. ഞാൻ ചേലക്കരയായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ഇടവകയാണ് പരക്കാട്. അത് ഈ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയായിരുന്നു. അവിടെയും ഇപ്രകാരമുള്ള കാഴ്ചവയ്പ്പിൽ ഇത്ര വലിയ ഇടപ്പള്ളി പോലെ വലിയ രീതിയിലല്ലെങ്കിൽ കൂടി അവിടെയും ആളുകൾ കോഴിയും കോഴിമുട്ടയൊക്കെ കൊണ്ടുവരികയും ഈ തിരുനാളിൻ്റെ ദിവസം ലേലം വിളിക്കുകയൊക്കെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട്, വിശ്വാസത്തിൽ അടിയുറയ്ക്കാനായിട്ട്, അത് എന്ത് കാരണം കൊണ്ടും അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനായിട്ട്, നമുക്കറിയാം ഡയക്ലീസ് ചക്രവർത്തി വലിയ സ്ഥാനമാനങ്ങളൊക്കെ വെച്ച് നീട്ടിയതാണ്. അതെല്ലാം തട്ടിക്കളയാനായിട്ട്, വേണ്ട എന്ന് പറയാനായിട്ടുള്ള ആ തൻ്റെ ഇടം അത് യേശു അനുഭവത്തിൽ നിന്നാണ് ലഭിക്കുക. നമുക്കും ഇപ്രകാരം ഈ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം തേടാം, സത്യത്തിന് നീതിക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട്, അതിനു വേണ്ടി വരുന്ന എന്ത് ത്യാഗവും സഹിക്കാനായിട്ട്. അപ്പോൾ നമുക്കും തീർച്ചയായിട്ടും ഈ വിശുദ്ധനെ പോലെ ഇന്ന് ഈ ലോകത്തിൽ ഈ നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ ജീവിത സാക്ഷ്യമാണ്
ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഗീവർഗീസ് അന്ന് ആ 2 നൂറ്റാണ്ടിലെ യേശുവിന് സാക്ഷ്യം വഹിച്ചതുപോലെ ഈ നൂറ്റാണ്ടിലെ നമുക്കും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ഗീവർഗീസ് 14 വിശുദ്ധരുടെ ഗണത്തിൽ പെടുന്നതാണ്. 14 ഹോളി ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന വിശുദ്ധരുണ്ട്. അതിൽ ഒരാളാണ് വിശുദ്ധ ഗീവർഗീസ്. നമ്മുടെ ആവശ്യങ്ങളിൽ എപ്പോഴും നമ്മൾ സഹായിക്കാൻ തയ്യാറുള്ള വ്യക്തി. നമുക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം. ക്ഷുദ്രജീവികളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട്, ആ നന്മയുടെ വഴിയിലൂടെ നടക്കാനായിട്ട് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ ഗീവർഗീസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.